വേൾഡ് മലയാളി അന്തം നിവിൻ പോളിനെ ഫീച്ചർ ചെയ്ത് ഫുൾ ചെയ്യാം. അപ്പം ഞാൻ വിളിച്ചു നമുക്ക് ആദ്യത്തെ പ്രൊമോ ഇല്ലേ, അതിൽ ഡയറക്ടർ ആർട്ടിസ്റ്റ് ഒരു ഡിസ്കഷൻ ഉണ്ട് ജിമ്മിൽ വെച്ച്. അതിൻ്റെ ഒരു ലീഡ് നമുക്ക് ഇതിലിടാന്ന് പറഞ്ഞ് ഞാൻ നിവിൻ്റെ കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്തു. ഷൂട്ടിന് അന്ന് രാവിലെ നിവിൻ വരുമ്പോഴാണ് ഇത് തന്നെ ഇല്ലേടാ ഞാൻ വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയില്ലല്ലോ, റിലീസ് ചെയ്തിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 3 ദിവസം കഴിഞ്ഞിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം റിലീസാവുന്നത്. ഞാനൊരു ഇന്റർവ്യൂ സ്റ്റാർ ആണെന്ന് ഉള്ളതിൻ്റെയാണ് ഞാൻ ഇന്റർവ്യൂവിൽ വരുമ്പോൾ അതിന് കിട്ടുന്ന ഒരു റെസ്പോൺസ്. ബിക്കോസ് ഞാൻ അത്ര ജെന്യൂൻ ആയിട്ട് തുറന്നു പറഞ്ഞു. ഞാൻ സിനിമയിൽ ധ്യാൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു റെസ്പോൺസ് കിഡിലൻ, എന്താ പറയുക, ആർട്ടിസ്റ്റിനെക്കാട്ട് ഉപരിയുള്ള ആസ് എ പേഴ്സൺ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളിനെ സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ, എല്ലാ ദിവസവും പണിയെടുക്കണം. എനിക്ക് പണിയില്ലാതെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്തിന് ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ സമയമില്ലല്ലോ. ധ്യാനം നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാം, എന്തെങ്കിലുമൊക്കെ ഇറക്കി വിടുമായിരിക്കും. കൃഷ്ണ സോങ് പ്രിയൻ സാറിന് അയച്ചു കൊടുത്തത്. സാർ നമ്മുടെ വന്ദനം പാട്ട് പോലെയല്ലേ. സാറ് ചിരിച്ചു. കവിളിണയിൽ കുങ്കുമം, മമ്മൂക്കയുടെ മറ്റേ മധുരക്കരി കരളയില്ലേ, ഇതൊക്കെ റെഫറൻസ്. അപ്പൊ ഞാൻ ജെയ്ക്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടത് ഇതാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നിവിൻ പോളിയുടെ നമ്മൾ ഈ പറഞ്ഞ സിനിമകളുടെ ഹാർഡ് കോർ ഫാൻസാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ സേഫ് സോൺ എന്ന് പറയപ്പെടുന്ന ആ ഒരു ഏരിയ, ചിരി ഹ്യൂമർ, അത് ബ്രേക്ക് ചെയ്തത് ടോട്ടലി വേറൊരു ഡയമെൻഷൻ. കിടിലൻ പരിപാടിയല്ലേ അത്. ബേസിക്കലി നിവിന് അതിനെ അറ്റംപ്റ്റ് ചെയ്യാൻ ഇതേപോലത്തെ ഒരു അറ്റംപ്റ്റ് ആണ് രജനീഷ് ഞാനും ട്രൈ ചെയ്യണം. ഇപ്പോ മഞ്ഞുമേൽ ബോയ്സ്, പ്രേമലു, ആവേശം, വർഷങ്ങൾക്ക് ശേഷം ഒക്കെ ഒരു ബാധ്യതയാണ് അടുത്ത് വരുന്ന സംവിധായകർക്ക്. 100%. ഇതാണ് ചോദ്യം. ഈ ആടുജീവിതം കാണുന്ന സമയത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന്റെ ആ ഒരു ഇത്തരം ഒരു എഫർട്ട് കാണുമ്പോൾ ഡിജോ എത്ര അഭിമാനത്തോടു കൂടിയാണ് തിയേറ്ററിൽ ഇരുന്നത്? പടം കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കര ഡൗൺ ആയി, കരച്ചിലായിരുന്നു. അത് എന്താന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. അറിയില്ല, ഞാൻ എന്നിട്ട് രാജുവിന് വോയിസ് വെച്ചു, സുപ്രീനെ വിളിച്ചു പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് കരച്ചിലായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്തിനാ കരഞ്ഞെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അതാണ് ആ സിനിമയുടെ മാജിക്. സിനിമ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ എനിക്ക് ഒരു കാര്യം പ്രോമിസ് ചെയ്യാൻ പറ്റും, അതായത് രജനീഷ് ആസ് എ മലയാളി ഒരിക്കലും തിയേറ്ററിൽ നിന്ന് തല ഒലിച്ചിറങ്ങേണ്ടി വരില്ല. അത് ഉറപ്പായിട്ടും മലയാളി ഫ്രം ഇന്ത്യയിൽ എനിക്ക് പറയാൻ പറ്റും. അത് 5 ഡയലോഗ്. ഹായ് ഡിജോ. ഹായ് ഹായ് ഹായ്. ജനഗണമനയ്ക്ക് ശേഷം അടുത്ത പടം മലയാളി ഫ്രം ഇന്ത്യ വരുമ്പോൾ ഇപ്പൊ തന്നെ അത് ഒരു തരത്തിൽ ട്രെൻഡിങ് ആണ്. കാരണം എന്ന് വെച്ചാൽ വേൾഡ് മലയാളി ആന്തം ശരിക്കും ഇപ്പൊ ട്രെൻഡിങ് നമ്പർ 1 ആണ്. നേരത്തെ ഇറങ്ങിയ കൃഷ്ണ സോങ് 24 മ്യൂസിക്കിൽ കിടപ്പുണ്ട്, ട്രെൻഡിങ്ങിൽ കിടപ്പുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. ഇന്ന് ഞാനിപ്പോ നോക്കിയിട്ട് വരുന്നത്. അപ്പോൾ അതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്, നല്ലൊരു പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. പിന്നെ ചിലരൊക്കെ ഈ സ്പിൻ ഓഫ് കാണുന്നുണ്ട്. മറ്റേ പടത്തിൽ നിവിനീസ് ബാക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ പടത്തിൽ ആദ്യമേ തന്നെ ഡിജോ ഇറക്കിയ സാധനത്തിനകത്ത് നിവിനീസ് ബാക്ക് വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നിവിൻ ശരിക്കും വന്നു വർഷങ്ങൾക്ക് ശേഷത്തില്. അപ്പൊ ഞാൻ വിനീതിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രൊമോഷൻ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല സംസാരിക്കാതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വാസ്തവം എന്താ, നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? അയ്യോ ആഗ്രഹം. വിനീതനും ബേസിക്കലി ഞാൻ പണ്ട് വിനീതനായിട്ട് കണക്ഷൻ വരുന്നത് എനിക്ക് തോന്നുന്നു കോളേജ് ടൈമില്. ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അന്ന് ഈ ആൽബത്തിൻ്റെ ക്രേസ് അല്ലേ. അപ്പോൾ വിനീതേട്ടൻ ഈ പറഞ്ഞ പോലെ വിനീതേട്ടൻ, ഷാൻ റഹ്മാൻ, ഇവരുടെയൊക്കെ കോഫി ടെംജ് റോഡ്. പക്ഷെ ആദ്യം ഇറങ്ങിയത് ജെയ്ക്സിന്റെ തന്നെ മലയാളി എന്ന് പറഞ്ഞ ആൽബം. ഇതൊക്കെ കണ്ട് നമുക്കും എന്തെങ്കിലും ഒരു അപ്പം ഞാൻ ഭയങ്കര മ്യൂസിക് ഡയറക്ഷൻ പരിപാടി ആയതുകൊണ്ട് ഒരു പാട്ട് ചെയ്തായിരുന്നു. അതിൽ പാടിയത് വിനീതേട്ടനാണ്. അപ്പം അങ്ങനെ ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് വിനീതേട്ടനെ ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പോൾ പക്ഷെ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഭയങ്കര വിനീതേട്ടൻ്റെ ഓരോ സിനിമ കാണുമ്പോൾ ഞാൻ വിനീതേട്ടനെ വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് പിന്നീടാണ് ഞാൻ ക്വീനിലോട്ട്, ഞാൻ ഫിലിം ഡയറക്ഷനിലോട്ട് വരുന്നത്. അപ്പോൾ വിനീതേട്ടൻ്റെ ഭയങ്കര ക്ലോസ്ലി കണക്റ്റഡാണ്, ഫാമിലി ആയിട്ടാണെങ്കിലും ദിവ്യ ചേച്ചിയായിട്ടൊക്കെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പടത്തിന്റെ വിനീതേട്ടൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന എനിക്ക് ഓൾറെഡി അറിയാം. കാര്യം ധ്യാൻ നമ്മുടെ പടത്തിൽ ഉള്ളപ്പോൾ നമ്മുടെ പടം ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഇടയ്ക്ക് ധ്യാൻ ഈ പറഞ്ഞ പോലെ വിനീതേട്ടൻ്റെ അടുത്ത് വർഷങ്ങൾക്ക് ശേഷം തുടങ്ങും. അപ്പോൾ ധ്യാൻ നമ്മുടെ പടത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷത്തിലോട്ട് പോവുകയും അങ്ങനെ ഇപ്പം എനിക്ക് ക്ലോസ്ലി കണക്റ്റഡാണ്. അപ്പോൾ ഞാൻ വിനീതേട്ടനെ വിളിക്കുമ്പോൾ പടം തുടങ്ങാറായി. ഇപ്പോൾ ധ്യാനും പറയുന്നുണ്ട് അളിയ തുടങ്ങാണ് പടം. അപ്പോൾ അങ്ങനത്തെ കോൺവെർസേഷൻ്റെ ഒക്കെ ഇടയിലും നിവിൻ പക്ഷെ നമ്മുടെ കൂടെയായിരുന്നു. ഇതൊന്നും അറിയാതെയാണ് സത്യം പറഞ്ഞ ആദ്യത്തെ പ്രോമോ നമ്മൾ ചെയ്തത്. അത് എന്താണെന്ന് വെച്ചാൽ December 25 നമ്മൾ റിലീസ് ചെയ്യണം. ആക്ച്വലി അന്ന് നമ്മൾ കുറച്ചും കൂടെ ഒരു ഫെബ്രുവരി എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, ഒരു ടാർഗറ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു, ഫെബ്രുവരി മാർച്ചോ സംതിങ്. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ഡിസംബറിൽ നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നിവിൻ്റെ നമ്മളൊരു ഈ പറഞ്ഞൊരു ഫൺ എലിമെന്റ് ചെറുതായിട്ടൊന്നും നമുക്ക് എന്തെങ്കിലും കുറേ നാളായില്ലേ നിവിൻ്റെ ആ രൂപത്തിൽ നമ്മുടെ സിനിമയിൽ അതാണ് ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് അതൊന്നും വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോമോ ചെയ്യാന്ന് വെച്ചു. അങ്ങനെ അത് വിച്ച് ഇസ് നോട്ട് പാർട്ട് ഓഫ് എ ഫിലിം. പ്രോമോ മെറ്റീരിയൽ നമ്മൾ കൃത്യമായിട്ട് എഴുതണം, മലയാളി ഫ്രം ഇന്ത്യ പ്രോമോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര റീച്ചായി. പക്ഷെ ഫെബ്രുവരി റിലീസ് പതുക്കെ മാറി. അപ്പോഴും വിനീതേട്ടനായിട്ട് ഞാൻ സംസാരിക്കും. വിനീതേട്ടൻ പറഞ്ഞ എടാ
നിന്റെ പടം ആദ്യം ഇറങ്ങും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇറങ്ങും. കാര്യം ഈ ഫെബ്രുവരിയാണല്ലോ, ഫെബ്രുവരി മാർച്ചാണല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആയിരിക്കും ഏപ്രിലാണ്. കാര്യം അത് നേരത്തെ ഫിക്സ്ഡാണ്, വിഷു റിലീസ് ഫിക്സ്ഡാണ് വിനീതൻ്റെ. പക്ഷെ പിന്നീടാണ് നമ്മൾ പതുക്കെ അങ്ങോട്ടേക്ക് മാറുകയും വർഷങ്ങൾക്ക് ശേഷമാവും. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് വിനീതേട്ടൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനിതൊന്നും അറിയാതെയാണ് വേൾഡ് മലയാളി അന്തം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത്. കാര്യം നിവിനോടും പറഞ്ഞു, ഈവൻ ലിസ്റ്റിനോടാണെങ്കിലും ധ്യാനോടും പറഞ്ഞു. എനിക്ക് ധ്യാനും ധ്യാൻ്റെ നിവിൻ്റെ 2 ദിവസത്തെ ഡേറ്റ് വേണം വേൾഡ് മലയാളി അന്തം ഷൂട്ട് ചെയ്യാൻ. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ധ്യാൻ തിരക്കായി, വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളും. അപ്പോഴാണ് ഞാൻ നിവിൻ്റെ ഒരു ഡേറ്റ് ആക്ച്വലി 2 ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞ്, നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ്, എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എനിക്കൊന്ന് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഇടയിലാണോ അല്ല, പുള്ളിയുടെ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എഡിറ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് 2 ദിവസം വിളിച്ച്. ഞാൻ ആക്ച്വലി ഇത് ഓൾറെഡി പ്ലാൻ ചെയ്ത് 2 ദിവസം നമ്മുടെ ഷൂട്ടിൻ്റെ എല്ലാം സ്ക്രിപ്റ്റും പരിപാടിയൊക്കെ വെച്ച്. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോമോ അത്യാവശ്യം ആൾക്കാർക്ക് രസമായി. അപ്പോഴാണ് ഈ ധ്യാനും തിരക്കാണ്, ധ്യാൻ്റെ അവൈലബിലിറ്റിയും ഇച്ചിരി ടൈറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു വേൾഡ് മലയാളി അന്തം നിവിൻ പോളിനെ ഫീച്ചർ ചെയ്ത് ഫുൾ ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആദ്യത്തെ പ്രോമോയില് അതിൽ ഡയറക്ടർ ആർട്ടിസ്റ്റ് ഒരു ഡിസ്കഷൻ ഉണ്ട് ജിമ്മിൽ വെച്ച്, അതിൻ്റെ ഒരു ലീഡ് നമുക്ക് ഇതിലിടാന്ന് പറഞ്ഞ് ഞാൻ നിവിൻ്റെ കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്തു. ഷൂട്ടിന് അന്ന് രാവിലെ നിവിൻ വരുമ്പോഴാണ്, ഇത് തന്നെ അല്ലേടാ ഞാൻ വർഷങ്ങൾക്ക് ശേഷം, നമുക്കറിയില്ലല്ലോ, റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 3 ദിവസം കഴിഞ്ഞിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം റിലീസാവുന്നത്. അത് റിലീസായതിനു ശേഷമാണ് നമ്മുടെ ടൈം അനുസരിച്ച് തന്നെ നമ്മൾ വിട്ടു. അപ്പോഴാണ് എല്ലാവരും ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിൻ്റെ ഒരു ലീഡ് ഒരു ഭയങ്കരമായിട്ട് കണക്ഷൻ തോന്നി. പിന്നെ ആക്ച്വലി പാട്ടും ഈ പറഞ്ഞുള്ള എല്ലാ മലയാളികൾക്കും കണക്ട് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് അത് അന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ജെയ്ക്സ് ആണ് മ്യൂസിക് ചെയ്തത്, ലിറിക്സ് നമ്മുടെ തന്നെ റൈറ്റർ ഷാരിസും സുഹൈൽ കോയാണ് എഴുതിയത്. അപ്പോൾ അങ്ങനെ ഓവറോൾ മലയാളികൾക്ക് എത്രത്തോളം മലയാളിക്ക് വേണ്ടി ഒരു പാട്ട് വിച്ച് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദ ഫിലിം, പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതാണ് ഞങ്ങൾ വേൾഡ് മലയാളി അന്തത്തിൽ പ്രസന്റ് ചെയ്തത്. പക്ഷേ സിനിമയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു ഹാഫ് കഴിയുമ്പോഴത്തേക്ക് മലയാള സിനിമയെ വിമർശിക്കുന്നത് ഉദയനാണ് താരത്തിന്റെ പുതിയ കാലത്തിന്റെ വേർഷൻ പോലെയാണ് ബാക്കി പൊക്കോണ്ടിരിക്കുന്നത്. അതിൽ നിവിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പൊള്ളിയാണ്. ഈ നിവിന്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അയ്യോ ഡിജോ ഈ സാധനം മറ്റേ പറയാം ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടല്ലേ, ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലേ എന്ന് തോന്നുന്ന ഒരു സാധനം വന്നത്. അവിടെയാണ് ഞങ്ങളെല്ലാം വിചാരിക്കുന്നത് നിവിന് അസാധ്യ പെർഫോമൻസ് ആണ്. അപ്പോൾ ആ പെർഫോമൻസിൽ പറയുന്ന ചില ഡയലോഗ്സ് ഒക്കെയാണ് ഡിജോ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സത്യമായിട്ടും ഇതുമായിട്ടൊരു ബന്ധമില്ല. അതിന് മുന്നേ ചെയ്ത കാര്യം നമ്മൾ ആ ജിമ്മിൽ ബേസിക്കലി നമ്മൾ വെച്ചില്ലേ, അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ട്രെയിനറെ പണിയെടുപ്പിക്കുന്നു, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്യാരക്ടർ ലീഡ് സൂപ്പർ സ്റ്റാർ ആയിട്ട് ബേസിക്കലി നമ്മൾ ചെയ്യുന്നൊരു വേർഷൻ മാത്രം, അത്രയും മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോഴാണ് ഈ പറഞ്ഞ ഈ സോങ്ങിൽ ഈ ക്യാരക്ടർ നമ്മളത്, പക്ഷെ ലീഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതപ്പോൾ കണ്ടപ്പോഴാണ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്തത്. പക്ഷെ വിച്ച് ഇസ് ഗുഡ്. എന്തായാലും നമ്മുടെ സിനിമയിലോട്ട് വരുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാലോ, കാര്യം കൃഷ്ണ സോങ് അതാണ് നമ്മൾ അതിന് മുന്നേ വിട്ടത്. കൃഷ്ണ സോങ് കാണുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ആ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇതിനെ നമ്മൾ ടോട്ടലി പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു ടോട്ടൽ ലുക്കാണ്. ഇപ്പോൾ രജനീഷ് കണ്ടാൽ മതി, തലമുടിയൊക്കെ ഒരു അത് പ്രത്യേകിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് ഫോർ നമ്മുടെ ഗോപി, പടത്തിലെ നായകൻ ആൽപ്പറമ്പിൽ ഗോപി. ഞാൻ അന്ന് ആദ്യം പറഞ്ഞു, അപ്പോൾ ആൽപ്പറമ്പിൽ ഗോപിയുടെ ലുക്കാണത്. കൃഷ്ണയുടെ പുറങ്ങടക്കുകയും മൽഘോഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് ധ്യാനം. അപ്പോൾ ഇതല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അറിയാം. ദിസ് ഇസ് ഓൾ പ്രൊമോഷണൽ മെറ്റീരിയൽസ് എന്നുള്ളത് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നിവിനീസ് ബാക്ക് എന്ന് പറയുന്നത് സത്യത്തിൽ ഗുണപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഡിജോയ്ക്കാണ്. ആ സിനിമയ്ക്ക് ശരി അതിന് ഗുണം ചെയ്തു, പക്ഷേ അത് ഇനി അതിലൊരു പേടിയുണ്ടോ? അപ്പോൾ നിവിനീസ് ബാക്ക് എന്ന് പറയുന്ന രീതിയിൽ ഭയങ്കര ഗുമ്മായിട്ട് നിവിൻ പോളിയാണ് ആ പടത്തിന്റെ ആ സമയത്തൊക്കെ എന്നെ സീറ്റിലേക്ക് മുമ്പിലോട്ട് ഇരുത്തിയത് നിവിനോ, ഇവന് എന്താ കാണിക്കണം എന്നുള്ള രീതിയിൽ. കാരണം പറയുന്നതൊക്കെ വലിയ സംഗതികളാണ്. ഇത് സിനിമയ്ക്കുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്കറിയാം. ഇപ്പോൾ സാധാരണ പ്രേക്ഷകൻ എത്രത്തോളം കണക്ട് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം ജനഗണമന പറയുന്ന സമയത്തും ജനഗണമനയിലും ഇതേപോലൊരു സംഗതി ഉണ്ടായിരുന്നു. ഈ സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ പെരിഫറലായിട്ടേ അറിയാവൂ. പക്ഷെ അതിനകത്ത് ഇൻഡെപ്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കാണ് അത് കൂടുതൽ ആസ്വാദ്യകരമായത്. അതേപോലെ ഇതിനകത്ത് ഇൻഡെപ്തിൽ ഈ കാര്യങ്ങൾ അറിയാവുന്നവർക്ക്, സിനിമയെക്കുറിച്ച് അറിയാവുന്നവർക്ക് നിവിൻ പോളി പറയുന്ന ഓരോ സെന്റൻസും ചിരിപ്പിക്കുന്നത്. നിങ്ങളും അതേപോലെ തന്നെ ഒരു പ്രൊമോഷൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ അതാണ് ഈ ഇത്തരം പ്രൊമോഷൻ ഹൈ ആയി പോയെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ അങ്ങനെ കുറയ്ക്കണോ ഇനി? ഇല്ല, അങ്ങനെയൊന്നുമില്ല. സി, നമ്മള് ഒരു സിനിമേനെ നമ്മൾ അപ്രോച്ച് ചെയ്യും. ഇപ്പം ഞാൻ എന്തിനാണ് ഈ പ്രൊമോഷൻ മെറ്റീരിയൽസ് എന്ന് ചോദിക്കുമായിരിക്കും. അപ്പോൾ ബേസിക്കലി എന്താ വെച്ചാൽ ഞാൻ ആസ് എ പ്രേഷൻ, നമ്മൾ ബേസിക്കലി നമ്മളൊരു മലയാളി സാധാ പ്രേഷൻ. അപ്പം നമുക്കൊരു സിനിമ കാണാൻ നമ്മുടെ ട്രെയിലറും അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടി കൊടുക്കുമ്പോൾ
ഇപ്പോഴത്തെ പ്രേക്ഷകർ ഞാൻ വിശ്വസിക്കുന്നതാണ്, ഞാൻ ഉൾപ്പെടുന്ന പ്രേക്ഷകർ നമ്മൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് ഓൾറെഡി ഈ സിനിമ മൊത്തം അവർ കാണും. ഇതിൽ നിന്ന് ഇത് അവൻ പെണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആക്ച്വലി ഇവർ തന്നെ ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ നമ്മുടെ ടിക്കറ്റ് നമ്മൾ അവരത്രയും പൈസ കൊടുത്തൊരു ടിക്കറ്റ് എടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറഞ്ഞേക്കാം. ഇതെൻ്റെ തോട്ട് പ്രോസസ്സാണ്. അപ്പോൾ അതല്ലാതെ അവർക്ക് വേറെ ഒരു സിനിമ പ്യൂറായിട്ട് കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പ്രോമോ മെറ്റീരിയൽ എന്താ വെച്ചാൽ നിവിൻ്റെ ഒരു ഇത്രയും നാളും ഇപ്പോൾ നിവിൻ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഗംഭീര സിനിമ, ഇപ്പോൾ മൂത്തോൻ, ഇങ്ങനത്തെ ഓരോ സിനിമകൾ ചെയ്ത് ആക്ച്വലി ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ നമ്മൾ കണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു പക്ഷേ രജനീഷ് ഇപ്പം ഞാൻ പറയാം, നമ്മൾ ഉമേഷിനെ കണ്ടാം വടക്കൻ സെൽഫി, അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഈ മൊമെൻ്റ് വരെ ഒരു ഉമേഷ് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഒരു ആൽപ്പറമ്പിൽ ഗോപിക്ക് വേണ്ടി നിവിൻ്റെ അടുത്തോട്ട് ചെല്ലില്ല. ബിക്കോസ് നിവിൻ ഇസ് എ ബ്രില്യൻ്റ് ആക്ടർ എന്നെ സംബന്ധിച്ചോളം. ബിക്കോസ് പുള്ളി അതിനുശേഷം എത്രയോ പടങ്ങൾ മാറി ഹേ ജൂഡ്, എന്താ പറയുക, മൂത്തോൻ, പടവെട്ട്, ഇത്രയും സിനിമകൾ ട്രൈ ചെയ്ത് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പുള്ളി വേറൊരു കരിയർ ഒരു പരിപാടി ട്രൈ ചെയ്തിരിക്കുക. അപ്പോൾ എനിക്ക് ആവശ്യമായിരുന്നു നിവിൻ്റെ ഒരു സെഗ്മെന്റ് ഓഫ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ലൈറ്റർ സൈഡ് അതൊന്ന് പുറത്തു വിടാൻ. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്രോമോ വെച്ച് ഇന്നാക്കിയത്. പക്ഷെ സിനിമയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണ സോങ് ആണ്. പിന്നെ നമ്മൾ ഇനി ഇറക്കാൻ പോകുന്ന ഒരു വേൾഡ് ഓഫ് ഗോപി, ഗോപിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പാടം, ചെറിയ പാലം, പശു, നമ്മളെന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ നാട്ടും പ്രദേശത്തിലെ സാധാരണക്കാരനായ ഒരു മലയാളിയാണ് ആൽപ്പറമ്പിൽ. സിനിമയിലോട്ട് വരുവാണെങ്കിൽ സിനിമ തികച്ചും ഈ മലയാളിയുടെ ലൈഫ് സ്റ്റോറിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയാണ്. അത്രേ ഉള്ളൂ ഈ സിനിമ. അല്ലാതെ ഈ പറഞ്ഞ പോലെ പക്ഷേ എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു, നിവിൻ ഇത്രയും ഈ പറഞ്ഞ ഒരു പടവെട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ അത്രയും രസകരമായ വേറൊരു റേഞ്ചിൽ നിൽക്കുന്ന സിനിമയിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ ഐ വോണ്ടഡ് എ ഷിഫ്റ്റ്. ആ ഷിഫ്റ്റാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമൊക്കെ വന്നപ്പോൾ ഇതെല്ലാം വേറൊരു റേഞ്ചിലേക്ക് വന്നു. വിച്ച് ഇസ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് സിനിമയ്ക്ക് വളരെ നന്നായിട്ടേ ഉള്ളൂ, നല്ലതിനാണ്. ഇപ്പോൾ കൃഷ്ണ സോങ്ങിൽ ശരിക്കും എനിക്കത് സിമിലർ ആയിട്ടുള്ള ചില സംഗതികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ തല്ലണ്ട മാവ ഞാൻ നന്നാവൂല എന്ന് പറയുന്ന സോങ് വിനീതിന്റെ ശബ്ദത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ പല സോങ്ങും ഇപ്പോൾ അനുരാഗത്തിൻ വേളയിലൊക്കെ പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സോങ്ങും കേട്ടിട്ടുണ്ട്. പക്ഷെ വിനീതിന്റെ ഒരു പാട്ടുണ്ട്, കരളെ കരളിന്റെ കരളെ, അതെ, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്കിത് ഒരു ആ ജോണറിൽ വരുന്ന ഒരു പാട്ടായിട്ട് തോന്നി. ഭയങ്കര രസമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പാട്ട്. ക്രിഞ്ച് എന്നൊക്കെ പറയുമ്പോഴും ഈ സാധനങ്ങളൊക്കെ എവിടെയൊക്കെയോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്ക്രീനിൽ. അതിന്റെ ഒരു സാധ്യതയും കൂടെയാണോ തേടിയിട്ടുള്ളത് സിനിമയിലല്ല, സോങ്ങിൽ എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ, സത്യം പറഞ്ഞപ്പോൾ രജനീഷ് പറഞ്ഞ ഈ പാട്ടുകളൊക്കെ തന്നെയാണ് എൻ്റെ റെഫറൻസ്. കാര്യം നായകൻ നമ്മുടെ നായികയുടെ പുറകെ കിടക്കുന്നതാണ്. നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നത് വന്ദനത്തില് നമുക്കറിയാവുന്ന പാട്ടുകളല്ലേ, ശരിയല്ലേ? ഏറ്റവും നമ്മളെ എവിടെ കവിളിണയിൽ കുങ്കുമോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മറ്റേ മധുരക്കരി, അപ്പൊ അതൊരു ഭയങ്കര ഇത് രണ്ടും. അതല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് മേനെ ദിലീപേട്ടൻ ആ പാട്ട്, അതല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കരളയില്ലേ, ഇതൊക്കെ റെഫറൻസ്. അപ്പൊ ഞാൻ ജെയ്ക്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടത് ഇതാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കാര്യം കുറെ നാളായില്ലേ നമ്മളിതൊക്കെ കണ്ടിട്ട്. അപ്പോൾ പക്ഷെ എന്നിട്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു പാട്ട് വിട്ടിട്ട്, എനിക്കറിയില്ല കേട്ടോ, ചിലർ പറയാണ് സ്റ്റോക്കിംഗ് ആണ്, നായകൻ നായികയുടെ പുറകെ പോകുന്നു, സ്റ്റോക്കിംഗ് ആണ്. അപ്പൊ ഞാനിത് കാണും അപ്പൊ സ്റ്റിൽ എൻ്റെയൊക്കെ മനസ്സിലെ ഭയങ്കരമായിട്ടുള്ളൊരു നൊസ്റ്റാൾജിയ മൊമെന്റ്സ് ആണ് ഈ പാട്ടുകൾ. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നതും ഭയങ്കര രസകരമായിട്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെയൊക്കെ അതേ റെഫറൻസ് തന്നെ വെച്ച് ഇൻസ്പയർഡ് വേർഷനാണ് കൃഷ്ണ സോങ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ നിവിൻ എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ എന്നെ തല്ലണ്ട അമ്മാവ് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു റൊമാൻറ്റിക് സെക്ഷൻ അതിൽ വന്നിട്ടില്ല. പിന്നെ അനുരാഗത്തിന് അത് ടോട്ടലി തട്ടത്തിമറയത്തൊരു വേറെ ലീഗ് ഓഫ് എന്താ പറയുക ഹാർഡ് കോർ പ്രണയമല്ലേ. ഇത് അങ്ങനെയല്ല, ഇതൊരു എന്താ പൈങ്കിളി പ്രണയമല്ലേ. അപ്പൊ ഈ പൈങ്കിളി പ്രണയം നിവിൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിവിന്റെ ആ ഒരു ഏരിയയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതാണ്. ആ സിനിമയിലുണ്ട്. ഈ ധ്യാൻ ഇപ്പൊ നല്ല മാർക്കറ്റാണ്. ധ്യാൻ ഇറങ്ങി ഒരു പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പടം വേറെ ലെവൽ പ്രൊമോഷൻ ആവും. എല്ലാരും പറയുന്നുണ്ട് ധ്യാൻ ഒന്ന് ഇറക്കി വിട്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊമോഷൻ തന്നെ ആളുകളൊക്കെ പറഞ്ഞത്, വിനീത് ഒന്ന് സംസാരിക്കുന്ന സമയത്തും
ശരിക്കും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വിനീത് എന്തിനാ കഷ്ടപ്പെടുന്നത് അധ്യാനം കിട്ടാ പോരെ. പക്ഷെ എനിക്കത് ധ്യാനം എന്നിട്ട് വന്നു അല്ലെ ഒരു രക്ഷയില്ല സത്യം. അതേപോലെ ഞാൻ ഡിജോയോട് ചോദിക്കുന്നത്, ഡിജോ എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത്, ഇറക്കി വിട്, ധ്യാനം ഇറക്കി വിട്. അല്ല ധ്യാനെ ഇറക്കി വിടുന്നുള്ളത് പോയിന്റ് ആണ്. പക്ഷെ ഈ ഓരോ സിനിമയ്ക്കും ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷത്തില് ധ്യാൻ, പ്രണവ് മോഹൻലാൽ അങ്ങനെ ഇവരുടെ ഒരു ഏരിയ ആണ്. പക്ഷെ ധ്യാൻ എന്ന് പറയുന്നത് ഇപ്പോഴും രജനീഷ് ചോദിച്ച ചോദ്യത്തിന്റെ വേറൊരു മറുപടി ആയിട്ട് ഞാൻ പറയാം. ധ്യാൻ ഇപ്പോഴും പറയപ്പെടുന്ന ഇന്റർവ്യൂ സ്റ്റാർ ആണ്. അതാണല്ലോ ഇതിന്റെ ഒരു റീസൺ. അല്ല ഇപ്പൊ അത് മാറി, വർഷങ്ങൾക്ക് ശേഷം വേറെ അതാണ് പറഞ്ഞത്. അപ്പൊ മേ ബി അതിലൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യും, ധ്യാൻ ഒരു ഇന്റർവ്യൂ സ്റ്റാർ ആണെന്ന് ഉള്ളതിന്റെയാണ് ധ്യാൻ ഇന്റർവ്യൂവിൽ വരുമ്പോൾ അതിന് കിട്ടുന്ന ഒരു റെസ്പോൺസ്. ബിക്കോസ് ധ്യാൻ അത്ര ജെന്യൂൻ ആയിട്ട് തുറന്നു പറയും. പക്ഷെ തുറന്നു പറയാലോ, ഞാൻ സിനിമയിൽ ധ്യാൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു റെസ്പോൺസ്, എനിക്ക് കിട്ടിയൊരു അനുഭവമാണ് കിടിലൻ. എന്താ പറയുക, ആർട്ടിസ്റ്റിനെക്കാട്ട് ഉപരിയുള്ള ആസ് എ പേഴ്സൺ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് അവിടെ വന്നിട്ടിരുന്നിട്ട് വിനീതേട്ടൻ്റെ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ നിവിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇത്ര ഓപ്പൺ ആയിട്ട്, പിന്നെ അത് മാത്രമല്ല ഭയങ്കര ഹാർഡ് വർക്കിംഗ്. പുള്ളി അവിടെ വന്നിരുന്നിട്ട് ഇന്റർവ്യൂവിൽ അടിക്കണുണ്ടെന്ന് തോന്നുന്നു പുള്ളി വെറുതെ. പക്ഷെ പുള്ളി എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല, ഈസ് വൺ ഓഫ് എ കിഡിലും പെർഫോമറാണ്. അത് വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ പ്രൂവ് ചെയ്തു. നമ്മൾ ഇപ്പോൾ വിനീതേട്ടൻ അത് ഭയങ്കര കിഡിലായിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ ഭയങ്കര ഹാപ്പിയുണ്ട്, സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമയിലും ധ്യാൻ പ്ലേ ചെയ്ത ക്യാരക്ടർ മൽഘോഷ് എന്ന് പറഞ്ഞു നമ്മുടെ ഗോപിയുടെ കൂടെ നടക്കുന്ന ഒരു വേറെ തരം നമ്മുടെ സ്വന്തം മലയാളി. ഈ മലയാളി ക്യാരക്ടർ ചെയ്യാൻ ശരിക്കും സത്യം പറഞ്ഞാൽ ധ്യാനിന് പകരം വേറൊരു ഓപ്ഷൻ ഇല്ല. കാര്യം ധ്യാൻ അത്ര രസമായിട്ടാണ് നമ്മുടെ പടത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഓരോ ദിവസം രാവിലെ വളയാ പൊളിക്കാം. അപ്പോൾ ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി എനിക്ക് തോന്നുന്നു ധ്യാനിൽ നിന്ന് കണ്ടത്. എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചുരുങ്ങിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇത് 3ാമത്തെ സിനിമ. ഇതിൻ്റെ ഇടയിൽ കണ്ട ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ ഈ പുറമേ നിന്ന് ഇപ്പോൾ രജനീഷ് പറയുന്ന പോലെ ഇന്റർവ്യൂവിൽ വന്ന് സംസാരിക്കും എന്നതല്ലാതെ കുറേ സിനിമകൾ ചെയ്യുന്നല്ലാതെ എനിക്ക് അറിയില്ലായിരുന്നു. പേഴ്സണലി അറിഞ്ഞപ്പോഴേ ഞാൻ വിനീതൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിനീതേട്ടാ ധ്യാൻ ഇതല്ല കേട്ടോ നമ്മുടെ പടത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര പെർഫോമൻസ് ആണ് വിനീതേട്ടാ. വിനീത് പറയാം, എടാ ഡിജോ നമ്മുടെ പടത്തിലും ധ്യാൻ അടിപൊളിയാണ് 7 വർഷങ്ങൾക്ക് ശേഷത്തില്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പം ധ്യാൻ്റെ അടുത്തും പറയും, അളിയ നമുക്കൊരു നല്ല നല്ല സിനിമകൾ, എൻ്റെ പൊന്നളിയ എൻ്റെ വീടളിയ, അത് സെയിം തന്നെയാണ് ഞാൻ ഇന്റർവ്യൂവിലും പറയുന്നത്. എന്താണോ നമ്മളോട് പറയുന്നത് അത് ഓപ്പൺ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമല്ലേ. ഇപ്പം ഞാൻ പോലും പേഴ്സണലി നമ്മൾ എന്താണെന്നുള്ള ഓപ്പൺ ആയിട്ട് പറയും. എനിക്ക് തോന്നുന്നില്ലേ നമ്മളൊരു ഇന്റർവ്യൂ രജേഷിൻ്റെ അടുത്ത് രജേഷ് ഞാൻ അങ്ങനെ ചെയ്യും, ഇദ്ദേഹം അത് പറയും. പക്ഷെ അത് ഇന്റർവ്യൂവിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു നേരിട്ടും പറയും. അത്രയും ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നുന്നു വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ, എനിക്കതിൽ അത്ര ഇന്റർവ്യൂ സ്റ്റാർ എന്ന് പറയുന്നതിനോട് താല്പര്യമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ധ്യാൻ ഒരു കിടിലൻ ആർട്ടിസ്റ്റാണ്. അപ്കമിങ് അല്ല, ഈസ് ഓൾറെഡി പ്രൂവ്ഡ് അല്ലേ വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ. ഒരു നല്ല പെർഫോമറാണ്. എനിക്കൊന്ന് മൂവിങ് ഫോർവേഡ് ഞാൻ ഫോക്കസ് ചെയ്തല്ലോ. പക്ഷെ എനിക്കറിയില്ല, വെൽ ഫോക്കസ്ഡ് ആണ്. പക്ഷേ പുള്ളിനെ സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ, എല്ലാ ദിവസവും പണിയെടുക്കണം. എനിക്ക് പണിയില്ലാതെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എന്തിനും ഇന്റർവ്യൂവിന് വിളിച്ചാൽ പോലും സമയമില്ലല്ലോ. അപ്പൊ ചോദിച്ചില്ലേ എന്തുകൊണ്ട് ഇന്റർവ്യൂവിന് ധ്യാനം അളിയനില്ല. ധ്യാന സമയം ധ്യാനം ഏതോ അടുത്ത പടത്തിലേക്ക് ഷൂട്ടിൽ കയറി. അപ്പൊ നിവിനും ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഷൂട്ടിലാണ്. അപ്പൊ ഇവർ രണ്ടുപേരും അവൈലബിൾ അല്ലാതെ വരുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാളൊന്ന് പറയണ്ടേ, ധ്യാനം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാം. എന്തെങ്കിലുമൊക്കെ ഇറക്കി വിടുമായിരിക്കും. വരട്ടെ, ധ്യാൻ വരും കേട്ടാ, ധ്യാനോട് നമുക്ക് ചോദിക്കാം. ഡിജോ, വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ ജനഗണമന എന്ന് പറയുന്ന അതിനകത്ത് ഭയങ്കര ഒരു റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷാരിസ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കൈയടിപ്പിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ ഇതല്ല അതിന്റെ പെർസ്പെക്റ്റീവ് മാറ്റുന്ന ഒരു റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. തിയേറ്ററിൽ ഇരിക്കുന്ന അതേ പ്രേക്ഷകരെ കൊണ്ട് തിരിച്ച് കൈയടിപ്പിക്കുക, അല്ലെങ്കിൽ തിരിച്ച് ചിന്തിപ്പിക്കുക, അവിടെ കൈയടിച്ചത് തെറ്റാണെന്ന് ചിന്തിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു മാജിക് കാണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സമകാലിക ഇന്ത്യയെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്നുള്ളത് ടോട്ടലി ആ സിനിമയിലുണ്ടായിരുന്നു. ഒരു പൊളിറ്റിക്കൽ സിനിമയും കൂടെയാണ്. പിന്നെ ആ കോടതിയിലെ പെർഫോമൻസ്, പൃഥ്വിരാജ്, ഇത്തരം ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ജനഗണമന ഹൈലി അങ്ങനത്തെ ഒരു സ്കെയിലാണ് അത് പ്ലേസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നേരെ സ്കെയിൽ മാറ്റി പിടിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അതൊരു ടെക്നിക്കാണോ? അല്ല, എനിക്ക് തോന്നുന്നു അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിവിൻ ട്രൈ ചെയ്തില്ലേ, ഞാൻ നിവിനെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മൾ പറയും നിവിൻ്റെ എന്താ പറയുക വടക്കൻ സെൽഫി അല്ലെങ്കിൽ പ്രേമം, ഇതൊക്കെ ചെയ്തിരുന്ന ആള് പെട്ടെന്ന് വേറെ സോൺ മാറി, എന്നിട്ട് അവസാനം രാജീവ് സ്കൂളിൽ പോയി തുറമുഖം. അതെ, ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും മനസ്സിലാക്കേണ്ടത് നിവിൻ ഇസ് ഒരു കിടലൻ ആർട്ടിസ്റ്റ് ആണല്ലോ. അതായത്
പേഴ്സണലി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ നിവിൻ പോളി എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള സ്പേസ്. കാര്യം സത്യം പറഞ്ഞാൽ എല്ലാം മാജിക്കാണ്. സിനിമയിൽ ഒരു ദൈവാനുഗ്രഹമാണ്. ഇപ്പോൾ ഞാൻ പൃഥ്വിരാജ്, അത്രയും വലിയൊരു സുരാജേട്ടൻ, എല്ലാവരുടെയും കൂടെ നമ്മൾ വർക്ക് ചെയ്യല്ലേ. അപ്പം നമുക്ക് അവരോടൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് അവരെത്രത്തോളം നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ളത്. പിന്നെ കൂടാണ്ട് നമുക്ക് തരുന്ന അവരുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, റെഡി എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മൾ യൂസ് ചെയ്യാതെ വിടുക എന്ന് പറഞ്ഞതാണ്, യൂസ് ചെയ്തേ പറ്റൂ. അങ്ങനെ വരുമ്പോഴാണ് നിവിൻ പോളിയിലേക്ക് ഞാൻ വരുന്നത്. നിവിൻ പോളിയുടെ നമ്മൾ ഈ പറഞ്ഞ സിനിമകളുടെയൊക്കെ ഹാർഡ് കോർ ഫാൻസാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ സേഫ് സോൺ എന്ന് പറയപ്പെടുന്ന ആ ഒരു ഏരിയ, ചിരി, ഹ്യൂമർ, അത് ബ്രേക്ക് ചെയ്തത് ടോട്ടലി വേറൊരു ഡയമെൻഷനോട്ട്. കിടിലം പരിപാടിയല്ലേ. ഞാൻ പറയണത്, ഞാൻ അതിന് ശരിക്കും റെസ്പെക്ട് ചെയ്യും. കാര്യം എനിക്ക് മൂത്തം ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സിനിമകളും എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത്. അത് ബേസിക്കലി നിവിന് അതിനെ അറ്റംപ്റ്റ് ചെയ്യാൻ, ഇതേപോലത്തെ ഒരു അറ്റംപ്റ്റാണ് രജനീഷ് ഞാനും ട്രൈ ചെയ്യണം. അത് ബേസിക്കലി പ്രേക്ഷകർ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കും അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ്. എനിക്ക് ബേസിക്കലി ഇപ്പോൾ ക്വീനിലെ ഫസ്റ്റ് പടമായിരുന്നു, അതിൽ കോടതി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പടം മരിച്ചാൽ പോലും കോടതി ഞാൻ ചെയ്യില്ല. പക്ഷെ ഷാരിസ് എൻ്റെ അടുത്ത് നിന്ന് കഥ പറഞ്ഞു, പോരട്ടെ കഥ കേൾക്കാം. പക്ഷെ അവസാനം വീണ്ടും കോടതി. പക്ഷെ പിന്നെ ആ പടം പോകുന്നതും അവൻ പറയുന്നതും ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു റൈറ്റിങ്ങിലോട്ട് പോകുന്നു എനിക്കറിയാം, അത് അങ്ങനെ വരും എന്ന് എനിക്കറിയാം. ബേസിക്കലി ബിക്കോസ് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു കെമിസ്ട്രി ഉണ്ട് ക്വീനിൽ നിന്ന്. അപ്പോൾ പക്ഷെ ഞാനത് ചെയ്തു. ബേസിക്കലി എനിക്ക് തോന്നുന്നു ഈ രണ്ട് സിനിമ രണ്ടാണ്. എത്ര കോടതി ഉണ്ടെന്ന് പറഞ്ഞാലും അത് രണ്ട് സിനിമയാണ്. കാര്യം ഇത് ടോട്ടലി വേറൊരു ഡൈനാമിക്സ് പറയുന്ന സിനിമയാണ് ജനഗണമന. മോർ ഓഫ് ഇപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചത് ഒരു ഇന്ത്യൻ സിനിമ ലൈനിൽ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിച്ച ജനഗണമനയിൽ നിന്ന് മൂന്നാമത്തെ സിനിമയിലോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ സത്യൻ സാറുടെയൊക്കെ ഹാർഡ് കോർ ഫാനാണ്. ഇപ്പോൾ സത്യൻ സാറുടെ എത്ര നല്ല സിനിമകൾ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ സിനിമ എടുത്താൽ, അല്ലെങ്കിൽ ശ്രീനി സാറിൻ്റെ ചിന്താവിഷ്ടയ ശ്യാമള, ഇങ്ങനത്തെ ഒക്കെ ഓരോ സിനിമകൾ, അതൊക്കെ ഒരു 50 കൊല്ലം കഴിഞ്ഞ് കണ്ടാലും നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്ന് കരുതി നമ്മുടെ ഈ സിനിമയല്ലോട്ടോ ഞാൻ പറയാം. ഞാൻ അവരുടെയൊക്കെ ഹാർഡ് കോർ ഫാനാണ്. പ്രിയൻ സാറ്, ജോഷി സാർ, ഇവരുടെയൊക്കെ ഫാനാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയിൽ നിന്ന് എനിക്കൊന്ന് മാറ്റി ഒരു അറ്റംപ്റ്റ്. ഇപ്പോൾ പ്രിയൻ സാർ അത് എല്ലാം ചെയ്യും. പ്രിയൻ സാർ ലൈക്ക് എല്ലാ പടവും പുള്ളി ചെയ്യും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കൃഷ്ണ സോങ് പ്രിയൻ സാറിന് അയച്ചു കൊടുത്തത്, സാർ നമ്മുടെ വന്ദനം പാട്ട് പോലെയല്ലേ. സാറ് ചിരിച്ചു. സാറിന് എനിക്ക് പേഴ്സണലി ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമ വരുമ്പോൾ എനിക്കറിയാം നമ്മളൊരു ടെറൈൻ മാറി ഫ്രം ജനഗണ, ടോട്ടൽ ടെറൈൻ ഡിഫറെൻറ്റ്, നാട്ടും പ്രദേശം, ഒരു നാട്, സാധാ ഒരു മലയാളിയിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ സത്യൻ സാറിൻ്റെയൊക്കെ ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാര്യം എനിക്ക് എല്ലാ സിനിമയും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താൽ എത്രത്തോളം പ്രേക്ഷകരെ, കാര്യം പ്രേക്ഷകർ അല്ലെങ്കിൽ എന്നെ എക്സ്പെക്ട് ചെയ്യും. അത് തന്നെയാണ് ഇപ്പോൾ നിവിൻ ട്രൈ ചെയ്ത്. നിവിൻ എല്ലാ സിനിമയും ഒരു പാറ്റേൺ ചെയ്യുന്ന പോലെ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്, എനിക്കറിയില്ല, അദ്ദേഹത്തിനോട് പോയി പറഞ്ഞിട്ടുണ്ടാവും എന്തുവാണ് ബ്രോ എല്ലാ പടവും ഒരേപോലെ അല്ലേ എന്ന് തോന്നിയപ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഒരു റൈറ്റ് ടേൺ എടുത്തായിരിക്കാം. പക്ഷെ ഇതേപോലെ തന്നെ എൻ്റെ ഓരോ 2 സിനിമ കഴിയുമ്പോൾ മൂന്നാമത്തെ സിനിമ കോടതിയില്ല എന്നും ഞാൻ പറഞ്ഞു നിവിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോകം എനിക്ക് പ്രേക്ഷകർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ സൈഡിൽ നിന്ന്. നമ്മൾ ഈ 100 രൂപ 150 രൂപ എടുത്ത് വരുന്ന പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക, അത് ഡിഫറെൻ്റ് ആയിരിക്കണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ദാറ്റ് ഡസൻ മീൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന, എനിക്ക് ഏത് സിനിമ കിട്ടിയാലും നല്ലൊരു കഥ വേണം. കഥ ആസിന് അതിലൊരു സോൾ ഉണ്ടാവണം. മെസ്സേജിങ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു, പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണ് ആ സിനിമയിൽ നിന്ന് പ്രേക്ഷകന് എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, എന്തെങ്കിലും കൂടെ ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക ഐസിങ് ഓൺ ദ കേക്ക് പോലെയൊക്കെ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ. അതുകൊണ്ടാണ് എൻ്റെ പ്രൊമോഷൻ പാറ്റേണും സിനിമയിൽ രണ്ടായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെയാണ് ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ സിനിമ മലയാളി ഫ്രം ഇന്ത്യയിലേക്ക് വരുമ്പോൾ സാധാരണ ഒരു കൊച്ചു, പക്ഷെ എന്ന് കരുതി കൊച്ചു എന്ന് പറയുമ്പോൾ കൊച്ചു സിനിമ എന്ന് പറയുമ്പോൾ ചെറിയ പടമാണ്, അങ്ങനെയല്ല കേട്ടോ. പടം ഈ പറഞ്ഞ പോലെ വലിയ സിനിമ തന്നെയാണ്. അതിൽ ഒരുപാട് ലൊക്കേഷൻസ്, ഇതൊന്നും നമുക്ക് റിലീസിന് മുന്നേ അതൊക്കെ പറഞ്ഞാൽ പിന്നെ പ്രേക്ഷകർ കാണാൻ പോകുന്നത് അത് തന്നെയല്ലേ.